ഇത് ഭയങ്കര അസാധ്യമായിട്ടുള്ള ബുദ്ധിജീവിയാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെ കഴിയുന്നു കൂടെ? അയ്യോ ഭയങ്കര പാടാണല്ലേ. ചില സമയത്ത് ഇങ്ങനെ സ്പാർക്ക് ആവാറുണ്ട്, അപ്പൊ ഞാൻ മിണ്ടാതിരിക്കും. യെസ്. ഓ അത് മനസ്സിലായി. ഞാൻ വേഗം തമ്പുരു ഓൺ ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. രക്ഷപ്പെട്ടുകളയാണ്. പിന്നെ ഒന്നും പറയില്ലല്ലോ, പോയി കടന്നോളൂ. ഉപദേശിക്കൂ ഇടയ്ക്കിടയ്ക്ക്. ഉപദേശം തന്നെ ഉള്ളൂ. ഓ ഉപദേശം അതാണ് ഒരു കോൺഫ്ലിക്റ്റ്. അല്ല അതങ്ങനെയാണ്. ഞാൻ അങ്ങോട്ട് ഉപദേശിക്കും, എന്നെ ഇങ്ങോട്ട് ഉപദേശിക്കും. അപ്പൊ ഞാൻ ഉപദേശിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കും, എന്നെ തിരിച്ചുപദേശിക്കുമ്പോൾ ഞാനും ഇങ്ങനെ ഇരിക്കും. ഒരു അരമണിക്കൂർ അങ്ങോട്ടും ഒരു അരമണിക്കൂർ ഇങ്ങോട്ടും കഴിയുമ്പോൾ പിന്നെ ശരിയാ. പിന്നെ എന്തെങ്കിലും ഒരു പാട്ടിന്റെ കാര്യം പറയും, പിന്നെ സെറ്റാണ്. ഇപ്പൊ പാട്ടിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അല്ല, ഉപദേശിക്കുമ്പോഴത്തേക്ക് തിരിച്ച് ഡാൻസിന്റെ കാര്യം പറയും. ചെയ്യില്ല. അപ്പൊ നാട്ടുകാർ മുഴുവൻ എന്നോട് ചോദിക്കും, വീട്ടുകാരും ചോദിക്കും, എടേ എന്താണ് നീ കല്യാണം കഴിച്ചിട്ട് അതിന്റെ ഡാൻസ് ഒക്കെ കളഞ്ഞു? അപ്പൊ ഞാൻ അങ്ങനെ മൊത്തയ്ക്ക് നോക്കും, എന്താണ് അതിനൊന്നും മറുപടി ഇല്ല. മറുപടി പറയൂ. അല്ല അത് ഞാൻ ചെയ്യും, എൻ്റെ ഒരു സമയത്തിന് ചെയ്യും. അത് മാറ്റിവെച്ചതല്ല, ഇപ്പൊ താൽക്കാലികമായിട്ടൊന്ന് അടച്ചു വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നല്ലൊരു ഡാൻസറാണ് അത്, പക്ഷെ ഭയങ്കര എന്താ പറയാ, ഒരു ബ്രില്യൻ ഡാൻസറാണ്. പക്ഷെ അതിങ്ങനെ ഒരു മടിയാണ് ഇങ്ങനെ വരാനായിട്ട്. നാട്ടുകാർ ഇനി എന്തെങ്കിലും പറയുമോ എന്നൊക്കെ സോഷ്യൽ കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ പറയാം, സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ കുറെ കുറ്റം പറയും. ഞാൻ പറഞ്ഞു നാട്ടുകാർ കുറ്റം പറയട്ടെ, അതല്ലേ അപ്പോഴല്ലേ കയറി വരാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ സവിജിക്ക് വേണ്ടി ഞാൻ കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചിത്രശലഭം ഒരു ആൽബം ചെയ്തു, അതില് എനിക്ക് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി ഇതുപോലെ ചെയ്ത ബർഖാറുത്തു എന്ന് പറഞ്ഞ ആ സമയത്തായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയത്. അപ്പൊ അത് കാരണം അതില് ചെയ്യാൻ പറ്റിയില്ല. അതെ, പാട്ട് ചെയ്ത് തുടങ്ങിയപ്പോ ഒരു വർഷം മുമ്പേ പാട്ട് ചെയ്ത് തുടങ്ങി, ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു വർഷം, അപ്പോഴേക്കും ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ആ പാട്ട് പക്ഷെ വേറെ ഇതിലേക്ക് സമുദ്ര എന്ന് പറഞ്ഞിട്ട് സമുദ്ര ഗ്രൂപ്പിന് കൊടുത്തു, അവരാണ് ചെയ്തത്. ആക്ച്വലി സജീവായിട്ടും ഒക്കെ കൂടെ എന്റെ ഗുരുനാഥൻ ലമേക് മൽഹാറിലൊരു കൃതി ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പം ശരി, അപ്പൊ അതൊന്ന് ഇങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് റീവർക്ക് ചെയ്താൽ കൊള്ളാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത വർക്കാത്. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു, നല്ല രസം, പ്രൊഡക്ഷൻ നല്ലതായിരുന്നു. മുഴുവനായിട്ട് വരണമെങ്കിൽ അല്ലേ? അതെ അതെ, സാറ് തന്നെ വിചാരിക്കണം. സാർ വിചാരിക്കുന്നു സാറേ? വിചാരിക്കുന്നു. ഓക്കെ, ഇതിനൊരു റെക്കോർഡ് बरखार तू आए सावरिया, बरखार तू आए सावरिया, गरज गरज अब बरसन लागे, गरज गरज अब बरसन लागे, बरखार तू आए सावरिया, बरखार तू സാവരിയ. നിങ്ങൾ ചെയ്യണം കേട്ടോ, ഇനിയാണെങ്കിലും ചെയ്യാം. അതെ, ഡെപ്ത് ഉണ്ട്. നിങ്ങൾക്കത് ചെയ്തു കഴിഞ്ഞാൽ നന്നാക്കാനും പറ്റും തീർച്ചയായിട്ടും. ഇത് റെക്കോർഡിക്കലി കിടക്കട്ടെ, ഈ വാക്ക് പറഞ്ഞതില്ലേ. ആ വീഡിയോ കിടക്കുന്ന എൻ്റെ 3 ഫ്രണ്ട്സ് ചേർന്ന് ചെയ്ത ഒരു യൂട്യൂബ് ചാനലിലാണ് കിടക്കുന്നത്. എന്റെ ചാനലിൽ ആ പാട്ടില്ല, ഇനിയും സാധ്യതയുണ്ട്. അതെ, അതും കൂടെ പറഞ്ഞു. അതിന്റെ ഒരു എന്താ പറയാ, ഒരു മാർക്കറ്റിംഗ് കൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച് തന്നു, എന്നിട്ടും പറ്റില്ലല്ലേ? അതുകൊണ്ട് ഔസേപ്പച്ചൻ സാറ് സ്പീഡ് പാട്ട്, ഓർമ്മകളെ വിട പറയൂ, ആ സാധനം ശരിക്കും 2ാമത്തെ സിനിമയാണ് എൻ്റെ. രമേശൻ നായർ സാർ എഴുതിയ പാട്ടാണ്. അത് പാടിയിട്ട് നമുക്ക് അതിന്റെ വിശേഷം പറയാം. ഓർമ്മകളെ വിട പറയൂ, പോയി വരട്ടെ ഞാൻ, കരളുരുകും വേദനകൾ തേങ്ങുമീ വഴിയേ, തുണയായതൻ നിഴലായി വരാം, നിഴലിനു മുഖമെവിടെ, പറയൂ നീ ഓർമ്മകളെ വിട പറയൂ, പോയി വരട്ടെ ഞാൻ. നല്ല പാട്ടാണത്. അതായത് ചിലരൊക്കെ ശ്രദ്ധിക്കാതെ വിടുന്ന ചില പാട്ടുകൾ സത്യത്തിൽ സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയാണെങ്കിൽ അത് മെഗാ ഹിറ്റ് ആവുന്ന അവസ്ഥ എത്തുന്ന ചില പാട്ടുകളുണ്ട്. ആ ഗണത്തിൽ വരുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. ഇത് സിനിമയിൽ കുറച്ചേ ഉണ്ടായിരുന്നു, പല്ലവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വപ്നം കൊണ്ടൊരു തുലാഭാരം, രാജസേന സാറ് പടം. ഈ രാജസേന സാർ എന്നെ വിളിക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഗന്ധർവ സംഗീതത്തിൽ വിൻ ചെയ്ത സമയത്ത് ഓ ദുനിയാക്ക് രഖ്വാലയാണ് ഞാൻ പാടിയത്. അത് ഹൈപ്പിച്ചാണ്, മേലെ രഖ്വാല എന്ന് പറഞ്ഞ ലാസ്റ്റൊക്കെ നിർത്തുന്നത്. അപ്പൊ സാർ അത് കേട്ടിട്ട് എനിക്ക് അങ്ങനത്തെ പാട്ട്, അതൊരു ശോക മൂടുള്ള പാട്ടാണ്. അപ്പോൾ സിനിമയിൽ തന്നതൊക്കെ അങ്ങനത്തെ പാട്ടാണ് സാറിന്. ഫസ്റ്റ് സോങ്ങിന് പുത്തൂരം വീട്ടിലെ
തച്ചോളിപ്പാട്ടിലെ നക്ഷത്ര കണ്ണുള്ള വീരന്മാരെ, നാടിൻ്റെ മാനവും കാത്തവരെ. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവൻ്റെ രാജകുമാരി, അതിലൊരു പാട്ടാണ്. അപ്പോൾ അതിലും ഇങ്ങനത്തെ ഒരു പാട്ട് ഇതിലും തന്നത് ഇങ്ങനെ. അപ്പോൾ സാർ എപ്പോഴും പറയും ഇയാൾ ഹൈപ്പിച്ച് നന്നായിട്ട് പാടും, ഇയാൾക്ക് ഈ പാട്ട് കൊടുക്കും, അങ്ങനെ പറഞ്ഞിട്ട് സാറ് നിങ്ങൾക്ക് പലതും പാടാൻ പറ്റും കേട്ടോ. ഹൈപ്പിച്ച് മാത്രമല്ല, റൊമാൻറ്റിക് ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വോയിസ് ആണ്. ഇനിയും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഞങ്ങളുടെയൊക്കെ പരാതി. തീർച്ചയായിട്ടും വരും. അതെ, ഇനിയും ഉപയോഗിക്കണം. ഇത് കഴിയുമ്പോൾ, അതെ, ഇത് കഴിയുമ്പോഴും കഴിയുമ്പോൾ ഉപയോഗിക്കും. അത് ലാസ്റ്റ് ഇറങ്ങിയ കൈലാസ് മേനോന്റെ പാട്ട്, കൊത്തിലെ പാട്ട്, ആ പാട്ട് കേട്ടവ കുറെ ആൾക്കാർ ഇൻസ്റ്റയില് DM ചെയ്യും. ഇത് ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ഇരുന്ന് കാർ യാത്രയിൽ കേട്ടപ്പോൾ ഈ പാട്ടിന്റെ ഫീൽ അങ്ങ് മാറി, നിങ്ങളുടെ ശബ്ദം ഭയങ്കര കേട്ടോ. അത് അങ്ങനത്തെ ഒരു പാട്ടാണ്, ഭയങ്കര റൊമാൻസ് ഉള്ള ഒരു സോങ് ആണത്. കൈലാസിന്റെ കയ്യിൽ എങ്ങനെയാ കിട്ടിയേ? കൈലാസിന്റെ കയ്യിൽ എങ്ങനെയാ വന്നത്? സിബി സാർ വഴി ആയിരിക്കും വന്നത്. ഇപ്പോഴും ഞാനത് ചോദിച്ചിട്ടില്ല എന്താ കണക്ഷൻ സാറ്. കാരണം സിബി സാറ് ഒരു പ്രോഗ്രാമിന് അതിന് മുമ്പേ സിബി സാറിന്റെ പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്, വയലിൻ എന്നുള്ള മൂവി. അത് വിജയേട്ടൻ എനിക്ക് തന്നതാണ്. വിജയേട്ടനെ പറ്റി പ്രത്യേകം പറയാനാണ്. ഒരുപാട് പാട്ടുകൾ എനിക്ക് തന്നിട്ടുള്ള ഒരു ആളാണ് വിജയേട്ടൻ. അത് ഇപ്പോഴല്ല, നേരത്തെ മുതൽ. നമ്മുടെ പാസഞ്ചർ എന്ന് പറയുന്ന മൂവി, അതാണ് ആദ്യം ഞാൻ പാടി. അതിലൊരു 4 വരി ശ്ലോകമാണ് പാടി. കർമ്മണ്യവാധികാരസ്ഥ എന്നൊരു ശ്ലോകമാണ് പാടി. അതായത് അത് ആ സിനിമയിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഇതാണ്. കാരണം ദിലീപിന്റെ റിംഗ് ടോൺ ആണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ മാനേജർ ആണല്ലേ ഇത്? എനിക്ക് മനസ്സിലായതല്ലേ? അതെ, PR പ്ലസ് മാനേജർ പ്ലസ് ഭാര്യ പ്ലസ്. അപ്പോ വിജയേട്ട എന്നിട്ട് അതിനുശേഷം വയലിനിൽ പാട്ട്. കാണാക്കൊമ്പിൽ പൂവിൽ തങ്ങും വെള്ളിപ്പൂമ്പാറ്റേ, എൻ്റെ നെഞ്ചിൽ തത്തി കണ്ണിൽ തത്തി പാറിപ്പോവല്ലേ, ഇങ്ങനെ ഒരു പാട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സിബി സാറിന്റെ പടത്തിൽ. അത് പക്ഷെ സിബി സാറ് പറഞ്ഞിട്ട് തന്ന പാട്ടല്ല. പക്ഷെ അതിന് ശേഷം ദോഹയിലൊരു പ്രോഗ്രാമിന് ST കോളേജിന്റെ ഒരു അലുമിനൈ പ്രോഗ്രാം, അത് ഹൃദയരാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോഗ്രാമിൽ പേരിട്ടിരിക്കുന്നത്. അത് ഇപ്പോഴും വർഷങ്ങളായിട്ട് ഇപ്പം 8ാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജാമണി സാറാണ് എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പ്രോഗ്രാമിൽ. രാജാമണി സാർ ഈ പറയുന്ന പോലെ ഒരുപാട് എന്നെ മെൻറ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ചെന്നൈയിലൊക്കെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് സിബി സാർ ഗസ്റ്റാണ്. സാറും SD കോളേജ് പഠിച്ചാണ്. സാർ അവിടെ ഗസ്റ്റായിട്ട് വന്നു. അപ്പോൾ അന്ന് പഴയ പാട്ടുകളാണ്, ബാബുക്കയുടെ പാട്ടുകളായിരുന്നു. അതിൽ ഒരു പുഷ്പം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുഷ്പം പാടി കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ സാറ് പറഞ്ഞ് നിഷാദ് പാട്ട് വളരെ നന്നായി, സിനിമയിലൊക്കെ പാടണ്ടേ. അപ്പൊ അവർ പിന്നെ ഞാൻ അങ്ങനെ ഇരുന്നു സാർ. അപ്പൊ നമ്മളെ തലയിൽ കൂടെ പോകുന്നത് മറ്റേ ഹിസ് ഹൈനസ് അബ്ദുള്ള, പിന്നെ തീർച്ചയായിട്ടും സാർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു, സാർ വയലിനിൽ ഞാൻ പാടിയിരുന്നു, പക്ഷെ ആ പാട്ട് ഞാൻ എടുത്തു. എനിക്കറിയാം, പക്ഷെ അത് നിഷാദായിരുന്നല്ലേ. ഓക്കെ എന്നാ നമുക്ക് വേറൊരു പാട്ട് പാടാം. അങ്ങനെ സാറ് കരുതി വെച്ച ഒരു സംഭവമാണത് ഈ സിനിമ, കൊത്ത് എന്നുള്ള സിനിമ.